മനോഹരമായിട്ട് പണിത ഒരു വീടിന്റെ ഒരു പ്രായം, ഒരു ആയുസ് എത്രയെന്നാണ് സാറ് കൺസെപ്റ്റ് ചെയ്യുന്നത്? നോർമലി 40 വർഷം 50 വർഷം അത് ഓരോ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. വീട് ഉണ്ടാക്കിയതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ഇത് വരും. അത് നമ്മൾ കറക്റ്റ് ടൈം പീരീഡിൽ ഒരു മിനിമം ഒരു 1 ഇയറിനുള്ളിൽ അതിന് കാര്യങ്ങൾ പെയിൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ചെറിയ ക്രാക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ സാർ മലയാളികൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ? പിന്നോട്ട് തന്നെ പല ആ. വീടുകളൊക്കെ നമ്മൾ കണ്ടറിയാം. പുറത്തുള്ള ചിലപ്പോൾ റിച്ച് കാര്യങ്ങൾ ഒരു ഇത് വന്നാൽ അതൊന്നും പെയിൻറ്റ് പോലും ചെയ്യാറില്ല. അതിന് ചില ക്രാക്ക് കാര്യങ്ങൾ വന്നാൽ ആ ടൈമിൽ തന്നെ അത് ചെയ്തു പോകാന്നുള്ള. അല്ലെങ്കിൽ സ്ലാബിൻ്റെ ക്രാക്ക് വന്നാൽ അതിൻ്റെ സ്റ്റീലിൽ കാര്യങ്ങൾ തുരുമ്പ് കാര്യം അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ നോക്കി അതിനനുസരിച്ച് ടൈമിൽ ചെയ്യാന്നുള്ളത്. സാർ ഈ ഒരുപാട് വീടുകൾ ഇതുമായിട്ട് സാർ ഇത് മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് വീടുകൾ അല്ലാതെയും ചെന്ന് റെഫറൻസ് എടുക്കാറുണ്ട്. അങ്ങനെ കണ്ടതിൽ ഭയങ്കരമായി മനോഹരമെന്ന് തോന്നിയ ഒരു വീട് ഏതായിരുന്നു സാറിന്? സാർ ചെയ്തതല്ല, അല്ലാതെ കണ്ടതിൽ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വീടോ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു വീട് സാറിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ റോഡ് സൈഡിലൂടെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെല്ലാ വീടുകളും ശ്രദ്ധിക്കാറുണ്ട്. ചില ശ്രദ്ധിക്കാറുണ്ട് ആർക്കിടെക്ട് കാര്യങ്ങൾ ചെയ്ത വർക്ക് നമുക്ക് പ്രത്യേക ശ്രദ്ധിക്കാറുണ്ട്. ലാൻഡ്സ്കേപ്പ് കാര്യങ്ങൾ ചെയ്ത് ചില വീടുകൾ കാണാം. ഓവർ ഇതൊന്നും ഉണ്ടാവില്ല, എക്സ്ട്രാ വർക്ക് കാര്യം ഒന്നും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. എന്നാൽ ഒരു പ്രത്യേക ഒരു ഇത് കാണാം. നമ്മൾ കണ്ണൂർ ആ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ പല വീടുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ട്.